This call is now being recorded. Okay, good morning to all. So today we are discussing about good morning. Today we are discussing about the third module. The third module just നമ്മൾ നോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ അതിൽ വരുന്നതാണ് the union executive. So it is an organ of the government which implements and administers policy, rules and regulations made by the legislature. അതിനാണ് നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. So this it is dealt from Article 58 to 78 in Part 5 of the Constitution of India. അപ്പോൾ അതിലാണ് ഈ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിലാണ് പരാമർശിക്കുന്നത്. And the union executive consists of the president, the vice president, the prime minister, and all the council of ministers and the attorney general of India. ഇത്രയും ആൾക്കാരാണ് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണ്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആൾക്കാർ. അപ്പോൾ ആ ഒരു വിഭാഗത്തിന് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയും. ഓക്കെ, അതുപോലെ സ്റ്റേറ്റിലും അതുപോലത്തെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയതായിരുന്നു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. So the president is the head of the Indian state. He is the first citizen of India and act as the symbol of unity, integrity and solidarity of the nation. So after that we have discussed about the eligibility for election as president. So first president നമുക്ക് വേണം. So we need to elect a president. So first of all we need to nominate the president candidate. After that election is conducted. So what is the procedure for conducting the election? That is what we have discussed in last class. So there are certain criteria or certain qualifications to be fulfilled in order to nominate as a president. Citizen of India ആവണം. You should have completed 35 years of age. And also you should have you should be qualified as for election as a member of the Lok Sabha. Lok Sabha member ആയിരിക്കണം. അവർക്ക് മാത്രമേ ഇതിൽ elect ചെയ്യാൻ വേണ്ടി ഇതിൽ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ ഇതിൽ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. And also you should not hold any office of profit under the union government of or any state government of India. അതുപോലെ തന്നെ ഒരു സിറ്റിംഗ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് or a governor or any minister of the union, they can, if they are also not deemed to hold any office of profit, and hence they are also qualified for presidential candidate. അവർക്കും കൂടി ഈ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കി. 50 electors ആസ് പ്രപ്പോസേഴ്സ് ഉണ്ടാവും, 50 electors സെക്കൻഡേഴ്സ് ഉണ്ടാവും. then 15,000 rupees റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അതിൽ 1/6 ഓഫ് ദ ടോട്ടൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് അത്രയും ഫോർഫീറ്റ് ചെയ്യണം, അത്രയും എമൗണ്ട്. സോ ദീസ് ആർ ദി തിങ്സ് ടു ബി ഡൺ ഇൻ ഓർഡർ ടു നോമിനേറ്റ്. ആഫ്റ്റർ ദാറ്റ് ഏതൊക്കെയാണ് നമ്മൾ വോട്ട്സ് അല്ലെ, അതാണ് നമ്മൾ നോക്കിയത് അല്ലെ. സോ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി എലക്ടഡ് ബൈ ദ പീപ്പിൾസ്. പ്രസിഡന്റ് ഇലക്ഷൻ നമുക്കറിയാം ഇറ്റ് നോട്ട് ഡയറക്ട്ലി എലക്ടഡ് ബൈ ദ പീപ്പിൾ but by the members of the electoral college. അപ്പോൾ ഈ ഇലക്ടോറൽ കോളേജിൽ ആരെല്ലാം കൺസിഡർ ചെയ്യുന്നത് ഫോർ ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്? ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് both the houses of parliament, രാജ്യസഭ, ലോകസഭ. അതുകൂടാണ്ടോ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് MLAs അവരെ കൺസിഡർ ചെയ്യും. ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. യൂണിയൻ ടെറിട്ടറീസിൽ അവിടെയില്ല ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് MLA മാർ. ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് MLA. അപ്പോൾ ഈ പറയുന്ന അപ്പോൾ ഫോർ പ്രസിഡൻഷ്യൽ election there is a value for the votes. അപ്പോൾ ഓരോ വോട്ടിനും value ഉണ്ട്. How this value is determined? So value for MLA vote is determined as value of the 1/1000. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് MLA വോട്ട് ഷെയർ വരുന്നത്. സോ ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വാല്യൂ ഉള്ള സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ട് കുറവുള്ളത് സിക്കിമാണ്. അപ്പോൾ കേരളത്തിന്റെ വാല്യൂ 150 സംതിങ് ആണ് വരുന്നത്. Similarly, the value of the vote of the MP participated in the presidential election is determined as value of the vote of an MP, which is equal to total value of vote of all MLAs of all states divided by total number of elected members of the parliament. So that will be same for all the MPs, our value. So the ballot paper election ആണ് നടത്തുന്നത്, സീക്രട്ട് വോട്ടിംഗ് ആണ് ഇവിടെ നടത്തുന്നത്.
സോ ഇവിടെ നമുക്ക് ഈ വോട്ട് ഷെയറിംഗ് എന്നൊരു മീൻസ് ട്രാൻസ്ഫറബിൾ വോട്ട് ഈസ് അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നൊരു സിസ്റ്റമാണ് നമ്മളിവിടെ സീക്രട്ട് ബാലറ്റിലൂടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ഒരു വോട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വി നീഡ് ടു ഇൻഡിക്കേറ്റ് ദ പ്രിഫറൻസ് ഓഫ് മേക്കിംഗ് 1 2 3 4 അഗെയിൻസ്റ്റ് ദ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്. അപ്പോൾ ഈ പ്രസിഡൻസ് നെയിംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം, 1 2 3 എന്നുള്ള പ്രിഫറൻസ്. സോ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട്സ് ആയിരിക്കും ആദ്യം കൗണ്ട് ചെയ്യൽ. ഓക്കെ, അപ്പോൾ അതിൽ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി ഡിക്ലെയർഡ് ആസ് എലക്റ്റഡ്. ആൻഡ് ഇഫ് അതർവൈസ് എന്ത് സംഭവിക്കും, ട്രാൻസ്ഫർ ഈ വോട്ട് ട്രാൻസ്ഫർ സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഓഫ് വോട്ട് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഈ പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് എപ്പോഴാണോ ഈ റിക്വയർഡ് ക്വാട്ട ഓഫ് വോട്ട് കിട്ടുന്നത് ആ കാൻഡിഡേറ്റ് വിജയിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ എനി ഡൗട്ട്സ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് വന്നാൽ ദ സുപ്രീം കോർട്ട് ക്യാൻ ഇന്റർഫിയർ ആൻഡ് ദേ ക്യാൻ മേക്ക് എ ഫൈനൽ ഡിസിഷൻ ഇൻ ദിസ് റിഗാർഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി ഇപ്പോൾ വോട്ടിംഗ് സിസ്റ്റം ഉണ്ട്, അതിൽ ഡിഫറെൻറ്റ് വോട്ട് ഷെയർസ് ആർ ദർ. സോ these MLAs are having vote shares, MPs are having vote shares. Also, the elected members from the Puducherry and Delhi, they are also having the vote shares. Okay. ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ട്രാൻസ്ഫറബിൾ വോട്ട്സ് എന്നൊരു സിസ്റ്റം വെച്ചിട്ട് ബാലറ്റ് പേപ്പേഴ്സ് വെച്ചിട്ട് തന്നെയാണ് വോട്ടിംഗ് നടത്തുന്നത്. ഓക്കെ, സോ the required quota of vote കിട്ടിയാൽ he can be elected or he will be declared elected. And if in between if there is any disputes or difference in opinion, then at that time, or if there is any doubts came in between, then the Supreme Court can interfere and can take final decision in this regard. ഇത്രയാണ് നമ്മൾ പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയത് അല്ലേ. Then after that we have just gone through the oath or affirmation by the president. So once elected as the president, he need to take an oath or an affirmation. So it includes he should swear the following, that is to faithfully execute the office, to preserve, protect and defend the constitution and the law, to devote himself to the service and well-being of the people of India. Okay, so അപ്പോൾ ഈ ഓത്ത് പ്രസിഡന്റ് ചെയ്യുന്നത് it will be administered by the Chief Justice of India, and if in his absence a senior most judge of the Supreme Court of India. So in his presence the president should take an oath, and the oath should contain, or he should swear the following things, just now what I told. Also, any other person acting as president or discharging the function of president also undertake the similar oath. അപ്പോൾ അന്നേരം താൽക്കാലികമായിട്ട് ഏതെങ്കിലും പ്രസിഡന്റ് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഒരാളാണെങ്കിൽ ഹി ഓൾസോ ഷുഡ് ടേക്ക് എ സിമിലർ വോത്ത്. ഇതുപോലത്തെ ഒരു വോത്ത് അയാൾ ചെയ്യേണ്ടതാണ്. ദെൻ ടേം ഓഫ് പ്രസിഡന്റ് ഓഫീസ് നമുക്കറിയാം 5 year ആണല്ലോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ടേം 5 year ആണ്. സോ ദ പ്രസിഡന്റ് ഹോൾഡ്സ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years from the date on which he enters upon his office. And in between also he can resign from his office anytime by addressing a resignation letter to the vice president. Also he can be removed from the office by a process called impeachment. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് നോക്കി ഇംപീച്ച്മെന്റ് എന്താന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. And also a president can hold office beyond his term of 5 years until his successor assumes charges. അപ്പോൾ അതിൻ്റെ അടുത്ത സക്സസറായിട്ട് വരേണ്ട ആൾ ചാർജ് എടുക്കുന്നവർ 5 വർഷം കഴിഞ്ഞാലും he can hold the office. The person who is presently sitting as president can hold the office. Then also he can be elected as any number of times. ഒരു പ്രാവശ്യം പ്രസിഡന്റ് ആയി വെച്ചിട്ട് രണ്ടാമത് ആയിക്കൂടാന്നില്ല. Can elected any number of times. Next one is the impeachment of president. അപ്പോൾ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ നോക്കി. പ്രസിഡന്റ് അതിനുശേഷം he need to take an oath, നമ്മൾ നോക്കി. And also he can resign from the post by giving a resignation letter. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആണ് എലക്ട് ചെയ്യാനുള്ളതും അയാൾക്ക് അവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള നിർത്തിപ്പോകാനുള്ള കാര്യങ്ങൾ. അത് സ്വമേധയാ ചെയ്യുന്നതാണ് അല്ലെ. അപ്പോൾ ആദ്യത്തെ എലക്ഷൻ നടത്തി അതിനുശേഷം ഈ പ്രസിഡന്റൽ കാൻഡിഡേറ്റിനെ എപ്പോഴാണെങ്കിൽ അത് ഒഴിവാക്കി പോകാൻ വേണ്ടി പറ്റും ഓഫീസിൽ. Then another one is that impeachment of president.
എങ്ങനെയാണ് ഈ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് നടക്കുന്നത്? That is, the president can be removed from the office by the process of impeachment. Okay. So the process of impeachment will be carried out once there is a violation of the constitution. എപ്പോഴെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ the members of this electoral college, നേരത്തെ പറഞ്ഞ ഈ ഇലക്ടോറൽ കോളേജിലെ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ MPs MLS ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇംപീച്ച്മെന്റ് എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. So the impeachment charges can be initiated by either house of the parliament, so Rajya Sabha or Lok Sabha. These charges should be signed by 1/4 members of the house. 1/4 members ഇത് sign ചെയ്യണം, and 14 days notice should be given to the president. So after this, so one resolution is made with the signature of 1/4 of the members of the house. House means ഏത് ലോക്സഭയിലാണോ ഈ ചാർജസ് ഫസ്റ്റ് ഈ ഒരു ചാർജസ് പറഞ്ഞത് ഏതിൽ സഭയിലാണോ ആ സഭയിലുള്ള 1/4 മെമ്പേഴ്സും സൈൻ ചെയ്യണം. 14 days മുമ്പേ ഇത് നോട്ടീസായിട്ട് പ്രസിഡന്റിനെ അറിയിക്കണം അല്ലേ. Then after that, if two-third of the total membership of that house അത് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അതെന്ത് ചെയ്യും, അത് അടുത്ത ഹൗസിലേക്ക്, ഇപ്പോൾ രാജ്യസഭയിലാണ് ഇത് ചെയ്തതെങ്കിൽ ലോക്സഭയിലേക്ക്, അതർ ഹൗസിലേക്ക് അത് അയക്കും. ദെൻ ദാറ്റ് ഹൗസ് ഓൾസോ വിൽ ഇൻവെസ്റ്റിഗേറ്റ് ദ ചാർജസ്. If the other house also sustains and charges and passes that the impeachment resolution by a majority of 2/3 of the total membership. If in the second house also 2/3 majority അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് കറക്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ the president stands removed from his office from the date on which the resolution is passed. എപ്പോഴാണോ അത് അങ്ങനെ രണ്ട് സഭയും അംഗീകരിച്ച് അത് ശരിവെക്കുന്നുണ്ടെങ്കിൽ എന്നാണോ ആ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് ഈ പറയുന്ന സഭകളിൽ, അന്ന് തൊട്ടിട്ട് പ്രസിഡന്റ് he stands removed from the office. No president has so far been impeached in India. Okay. Then powers and functions of the president. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഇതായിരിക്കും. What is the procedure for electing the president of India? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റ്. ഈ രണ്ടൊരു ചോദ്യങ്ങളായിരിക്കും വേറെ. സോ ചിലപ്പോൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇംപീച്ച്മെന്റ്, വാട്ട് ഈസ് ഇംപീച്ച്മെന്റ്, ഹൗ എ പ്രസിഡന്റ് ക്യാൻ ബി റിമൂവ്ഡ് ത്രൂ ഇംപീച്ച്മെന്റ്, അതിന്റെ പ്രൊസീജിയർ ചോദിക്കാം. ദെൻ ഓത്ത് ആൻഡ് അഫർമേഷൻ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. So the powers and functions of president, it includes different powers, executive, legislative, different powers are there. Okay, the first one is executive powers. So here all executive powers and functions of president are, അപ്പോൾ പ്രസിഡന്റിന് കുറേ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. First one, the executive powers and functions of all executive actions of the government of India are formally taken in his name. ഇന്ത്യ എന്ന ഒരു രാജ്യം ചെയ്യുന്ന ഏത് എക്സിക്യൂട്ടീവ് ആക്ഷൻസും ഇന്ത്യയും എന്താണ് വരുന്നത്, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും വരുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. Then he can make rules for more convenient transaction of business of the union government and for allocation of the said business among the ministers. So there he is having the power to make rules. So union government business അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലേക്കുള്ള ഏതൊരു കാര്യത്തിലും ഒരു ലോ ഫ്രെയിം ചെയ്യേണ്ട ഒരു അധികാരം അല്ലെങ്കിൽ ഒരു പരമാധികാരം ഈ പറഞ്ഞ പ്രസിഡന്റിന് ഉണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ഹിസ് എക്സിക്യൂട്ടീവ് പവേഴ്സ്. ആൻഡ് ഓൾസോ ഹി ഈസ് ദ വൺ ഹു അപ്പോയിന്റ്സ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. ഓക്കെ, so he is the one who appoints the prime minister and other ministers, and he appoints chief election commissioner and other election commissioners like the chairman of Union Public Service Commission, the auditor general of India, the attorney general of India, the governors of the states, permanent members of finance commission and so on. അപ്പോൾ ഈ പറയുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള യൂണിയൻ മിനിസ്റ്റർ, സെൻട്രൽ മിനിസ്റ്റർ അപ്പോയിൻമെന്റ്സ്, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് UPSC ചെയർമാൻ, ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇവരെയൊക്കെ എലക്ട് ചെയ്യുന്ന ആരാണ്? അതെല്ലാം എലക്ട് ചെയ്യുന്നത് ഈ പ്രസിഡന്റ് ആണ്. Then he can next one, he can seek any information relating to the administration of affairs of union and proposals for legislation
ഫ്രം ദ പ്രൈം മിനിസ്റ്റർ. സോ അഡ്മിനിസ്ട്രേഷൻ യൂണിയൻ അഫയേഴ്സുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രപ്പോസൽസ്, അതിന് ഇൻഫർമേഷനൊക്കെ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചറിയാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ആ ഒരു പവർ പ്രസിഡന്റിനുണ്ട്. He can appoint a commission to investigate into the conditions of backward class, SC, ST and other backward classes. So that all he can directly do. See, if in India നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ ആണ് ഈ പറയുന്ന യൂണിയൻ എക്സിക്യൂട്ടീവിൽ മെയിൻ ആയിട്ടുള്ള റോൾസ് വരുന്നത്, എക്സിക്യൂഷൻ്റെ മെയിൻ ഹെഡായിട്ട് വരുന്നത്. പക്ഷെ അതിനും മുകളിലാണ് പ്രസിഡന്റിന്റെ പവേഴ്സ് വരുന്നത്. അറ്റ് എനി ടൈം പ്രസിഡന്റിന് ഇതിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള അധികാരമുണ്ട്. ഇതെല്ലാം പിൻവലിക്കാനും ഇത് അവരോട് ചോദിക്കാണ്ട് ഇതിന്റെ പ്രഖ്യാപനം നടത്താനുള്ള അധികാരമൊക്കെ ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. സ്പെഷ്യലായിട്ട് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അല്ലെ SC STക്ക് വേണ്ട കമ്മീഷൻസ് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. He can appoint an interstate council to promote center-state and interstate cooperation. Interstate councilനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പെർമിഷൻ അയാളെ ഈ പറയുന്ന പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്ന ഒരു കാര്യമാണ്. Then he directly administers the union territories through administrators appointed by him. അതുപോലെ യൂണിയൻ ടെറിട്ടറീസ്, ഇപ്പോൾ യൂണിയൻ ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം അതും ഈ പറയുന്ന പ്രസിഡന്റിനുണ്ട്. സോ അപ്പോൾ എങ്ങനെയാണ് ഇത് അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും എന്താണ് ഇലക്ഷൻ ഉണ്ട്, അവിടെ MPs ആണെന്നുണ്ടാവും അല്ലേ, മെമ്പർ ഓഫ് പാർലമെന്റ്സ് ഉണ്ട്. നമുക്കറിയാം പുതുച്ചേരി ആയാലും അല്ലെങ്കിൽ ഡൽഹി, ബാക്കി യൂണിയൻ ടെറിട്ടറീസ് നോക്കിയാൽ അവിടെയൊക്കെ elected members ഉണ്ട്. പക്ഷെ പ്രസിഡന്റ് ക്യാൻ ഡയറക്ട്ലി അഡ്മിനിസ്റ്റേഴ്സ് ദീസ് യൂണിയൻ ടെറിട്ടറീസ് ത്രൂ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ഹിം. ഓക്കെ, ഇപ്പൊ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രശ്നങ്ങളാണ് അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെ ഉള്ള മെയിൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊക്കെ മെയിൻ കൺട്രോളുള്ള ആളാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ. ഈവൻ ദോ ദർ MP ഉണ്ടാവും അവിടെ, ബാക്കിയുള്ള എലക്ടഡ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും. സോ അതൊക്കെ ഡയറക്ട്ലി ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഇയാളെ അപ്പോയിന്റ് ചെയ്യാനുള്ളൊക്കെ അധികാരമുള്ളത്. He can declare any area as scheduled area and has powers with respect to the administration of scheduled areas and tribal areas. ഓക്കെ, അതുപോലെ ഷെഡ്യൂൾഡ് ഏരിയാസ് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുപോലത്തെ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള പവേഴ്സും പ്രസിഡന്റിനുണ്ട്. So these are some of the executive powers of the President of India. So also he is having other powers. One is legislative powers. Legislative powers എന്താണ്? The President is an integral part of Parliament and this is an integral part of the Parliament and enjoys the following legislative powers. എന്തെല്ലാമാണ് പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, he can summon or prorogue the parliament and dissolve ലോക്സഭ. സോ ഹൗ we can summon എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വിളിച്ചു ചേർക്കുന്നതിനെ നമ്മൾ summon എന്ന് പറയാം. we summon a meeting എന്നൊക്കെ പറയാറില്ല. സോ he can summon a പാർലമെന്റ് വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട്. ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ രണ്ട് ഹൗസ് ആയാലും വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട്. ആൻഡ് ഓൾസോ ഓർ prorogue the parliament. എന്നാണ് പ്രൊറോഗ് ചെയ്യുക പറഞ്ഞാൽ ടു എക്സ്റ്റെൻഡ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദ പാർലമെന്റ്. എന്ന് വെച്ചാൽ ഇത് അവിടെ ഈ സഭയുടെ പ്രവർത്തനം നീട്ടിവെക്കുന്ന ഒരു പരിപാടിയാണ് പ്രൊറോഗ് എന്ന് പറഞ്ഞാൽ. സോ ഈ ക്യാൻ എയ്തർ സമ്മൺ ഓർ പ്രൊറോഗ് ദ പാർലമെന്റ് ആൻഡ് ഇവൻ ഡിസോൾവ് ലോക്സഭ. എന്താണ് ഡിസോൾവ് എന്ന് പറഞ്ഞാൽ ബൈ നമ്മളെ ഈ ഒരു മീനിങ്ങിൽ ഈ പിരിച്ചുവിടുക എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരം. So these are all coming under the legislative power of the President of India. That is, he can summon or prorogue the parliament and even dissolve Lok Sabha. ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. ഈ സഭകൾ വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ ഈ സഭാപ്രവർത്തനം നീട്ടിവെക്കാനുള്ള അധികാരമുണ്ട്. ഈ അധികാരങ്ങളൊക്കെ പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്നതാണ് he can also summon a joint sitting of both the houses of the parliament. ഈവൻ രണ്ട് സഭകളിലും ജോയിന്റ് സിറ്റിംഗും വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട് അല്ലെ, which is presided over by the speaker of the ലോക്സഭ. അത്
പ്രിസൈഡ് ചെയ്യുന്നത് ലോക്സഭ സ്പീക്കർ ആയിരിക്കും. ഇപ്പോൾ 2 സഭക്കും സ്പീക്കർ ഉണ്ട്, രണ്ടും ഒന്നിച്ച് വിളിക്കുമ്പോൾ ലോക്സഭ സ്പീക്കർ ആയിരിക്കും അത് പ്രിസൈഡ് ചെയ്യുക. He can address the parliament at the commencement of the first session after each general election and the first session of each year. സോ പാർലമെന്റിനെ എപ്പോഴൊക്കെയാണ് പ്രസിഡന്റ് അഡ്രസ് ചെയ്യുക? ഓരോ ജനറൽ ഇലക്ഷന് ശേഷം വരുന്ന ഫസ്റ്റ് സെഷൻ പ്രസിഡന്റ് അഡ്രസ് ചെയ്യും. ആൻഡ് ഫസ്റ്റ് സെഷൻ ഓഫ് ഈച്ച് ഇയർ, അപ്പോൾ ഓരോ വർഷത്തിലും വരുന്ന ആദ്യത്തെ സെഷനും പ്രസിഡന്റ് അഡ്രസ് ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഇലക്ഷൻ നടന്നപ്പോൾ ഫസ്റ്റ് സെഷൻ ഗവർണർ അഡ്രസ് ചെയ്തു. സിമിലർലി പാർലമെന്റിന്റെ ഫസ്റ്റ് സെഷൻ പ്രസിഡന്റ് അഡ്രസ് ചെയ്യും ആഫ്റ്റർ ഈച്ച് ജനറൽ ഇലക്ഷൻ. അല്ലെങ്കിലോ ഇപ്പോൾ ഇലക്ഷൻ 5 വർഷത്തിലൊരിക്കലാണല്ലോ നടക്കുന്നത്. അതർവൈസ് എവറി ഇയർ ഫസ്റ്റ് സെഷൻ, ഫസ്റ്റ് മീറ്റിംഗ് അഡ്രസ് ചെയ്യും. ഓക്കെ. He can appoint any member of the Lok Sabha to preside over its proceedings, and the offices of both the speaker and deputy speaker fall vacant. So, if in some cases, if the deputy speaker, speaker and deputy speaker ഏതെങ്കിലും കാരണവശാൽ ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ he is having the power to appoint any member of the Lok Sabha to preside over the proceedings. അപ്പോൾ അതും അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്ന കാര്യമാണ്. സോ ഇവിടെ ഇപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വൺ ഈസ് is having the power or is having the legislative power to summon or prorogue the parliament, dissolve Lok Sabha. So he can address the parliament at the commencement of the first session after each general election and the first session of each year. He can appoint any member of the Lok Sabha to preside over its proceedings, and the offices of both the speaker and the deputy speaker fall vacant. Then similarly, he can also appoint any member of the Rajya Sabha to preside over its proceedings, and the offices of both the chairman and deputy chairman fall vacant. രാജ്യസഭയിലും സിമിലർ ആണ്, ലോക്സഭയിൽ സംഭവിക്കുന്ന പോലെ തന്നെ രാജ്യസഭയിലും ഇതുപോലെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. Then fourth one is he nominates 12 members to the Rajya Sabha from amongst persons having special knowledge or practical experience in literature, science, art and social service. ഇതുപോലത്തെ സ്പെഷ്യൽ നോളജ് ഉള്ള മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ഒരു 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യും രാജ്യസഭയിൽ നിന്ന്. സോ അത് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, ബേസ്ഡ് ഓൺ ദ പ്രൊഫൈൽ ഓഫ് ദി മെമ്പേഴ്സ് ഇൻ ദ രാജ്യസഭ. ഓക്കെ. അപ്പോൾ അതുപോലത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിറ്ററേച്ചറുള്ള ആൾക്കാർ നമുക്കിപ്പോൾ രാജ്യസഭയിലേക്ക് എലക്ട് ചെയ്യുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ, മെമ്പർ ഓഫ് മീൻസ് രാജ്യസഭ മെമ്പറായിട്ട് പോയതാണ്. അതുപോലെ ഒരുപാട് ഇപ്പോൾ സുരേഷ് ഗോപി. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാരെ എന്ന് വെച്ചാൽ ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസിലുള്ള ആൾക്കാരാ. അതുപോലെ ഒരു 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം. ഓക്കെ. സോ അത് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, സ്പോർട്സ്, നമുക്ക് സ്പോർട്സിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ രാജ്യസഭയിലേക്ക്. ഗെയിംസിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ലിറ്ററേച്ചർ ഭാഗത്തു നിന്ന്, ഇപ്പോൾ ഫിലിംസ്, ലിറ്ററേച്ചർ ഭാഗത്തേക്കുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ നോമിനേറ്റ് ചെയ്യാനുള്ള 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ലെജിസ്ലേറ്റീവ് പവർ പ്രസിഡന്റ് ഉണ്ട്. ഓക്കെ. ഹി ക്യാൻ നോമിനേറ്റ് 2 മെമ്പേഴ്സ് ടു ലോക്സഭ ഫ്രം ദി ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ 2 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. He decides on questions as to disqualifications of members of the parliament in consultation with the election commission. സോ ഏതെങ്കിലും മെമ്പർ ഓഫ് പാർലമെന്റിനെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്ന അധികാരവും പ്രസിഡന്റ് ഉണ്ട്. സോ ആഫ്റ്റർ ദി ഡിസ്കഷൻ വിത്ത് ഓർ ദി കൺസൾട്ടേഷൻ വിത്ത് ദി ഇലക്ഷൻ കമ്മീഷൻ. Then is prior permission is needed to introduce certain types of bills in the parliament. So ബില്ലുകളൊക്കെ പാർലമെന്റ് മെമ്പേഴ്സ് അവതരിപ്പിക്കും. പക്ഷേ for some type of bills, in order to introduce in the sabas, we need a special permission from the or prior permission from the president. For example, bill involving expenditure from the consolidated fund of India. ഇന്ത്യക്ക് ഒരു കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കാണിക്കുന്ന ബില്ല് പാസ് ചെയ്യുമ്പോൾ, or a bill for the alteration of the boundaries of states or creation of new states. ഓക്കെ. ഇപ്പോൾ ബൗണ്ടറി ഓൾട്ടറേഷൻ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തെലങ്കാന ഫോർമേഷൻ, ന്യൂ സ്റ്റേറ്റ് ഫോർമേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള മെയിനായ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് we need to take prior permission from the president. So that is also coming under the legislative power of the president. When a bill is sent to the president after it has been passed by the parliament, സോ യൂഷ്വലി എന്താ സംഭവിക്കുക, ഒരു ബില്ല് ഒരു പാർലമെന്റിൽ പാസ് ചെയ്ത പ്രസിഡന്റിന്റെ അനുവാദത്തിന് വേണ്ടി അയച്ചു കൊടുക്കുക അല്ലേ. സോ ഇഫ് such a bill is passed and sent to the president, what we can do, he will give assent to the bill either or refuse to give his assent to the bill
or return the bill if it is not a money bill for consideration of the parliament. So 3 കാര്യങ്ങൾ പ്രസിഡന്റ് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ ഈ ബില്ല് സൈൻ ചെയ്യാതെ തിരിച്ചയക്കാം, ഒന്നെങ്കിൽ അത് ഓക്കെ അംഗീകരിച്ച് വിടാം, ഇല്ലെങ്കിൽ തിരിച്ചയച്ചിട്ട് എന്താണ് പാർലമെന്റ് കൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചയക്കാം. അപ്പം ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്രസിഡന്റിന് ഒരു ബില്ല് പുള്ളിയിലെടുത്തെത്തിയാൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. ഹൗവർ ഇഫ് ദ ബിൽ ഈസ് പാസ്ഡ് അഗെയിൻ ബൈ ദ പാർലമെന്റ്, അപ്പോൾ ഇനിയിപ്പോൾ പാർലമെന്റ് എടുത്ത് തിരിച്ചു വിട്ടിട്ട് പാർലമെന്റ് അഗെയിൻ ഇത് പാസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈം ഇഫ് ദേ ആർ പാസിംഗ്, തിരിച്ചയച്ച ബില്ല് പാസ് ചെയ്യുമ്പോൾ എയ്തർ ദേ ക്യാൻ അമെൻഡ് ഇറ്റ്, ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്താം, എയ്തർ വിത്തൗട്ട് അമെൻമെന്റ് ഓൾസോ ദേ ക്യാൻ പാസ് ഇറ്റ് അഗെയിൻ. അറ്റ് ദാറ്റ് ടൈം ദ പ്രസിഡന്റ് ഹാസ് ടു ഗീവ് ഹിസ് അസെന്റ് ടു ദ ബിൽ. അന്നേരം പുള്ളിക്ക് തിരിച്ചയക്കാൻ വേണ്ടി പറ്റില്ല, പ്രസിഡന്റ് എന്തായാലും അതിന് വേണ്ട അസെന്റ് കൊടുത്തേ മതിയാവും. Then 9th one, he can promulgate ordinance when the parliament is not in session. So what is അതായത് ഇപ്പം എന്തെങ്കിലും ഓർഡിനൻസ്, ഇപ്പോൾ പാർലമെന്റ് ചിലപ്പോൾ പെട്ടെന്ന് പാർലമെന്റ് ഇല്ലാത്തൊരു അവസ്ഥയാണ്, ഇപ്പോൾ ഒരു ഓർഡിനൻസ് കൊണ്ടുവരണം. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ ഈ പറയുന്ന ഓർഡിനൻസിനെ ഒന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം ഉള്ളത് പ്രസിഡന്റിനാണ്. ദാറ്റ് ഈസ് ഇപ്പോൾ പ്രൊമോൾഗേറ്റ് പറഞ്ഞാൽ അത് പ്രഖ്യാപിക്കുക, വിളിച്ചു പറയുക, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അത് അവതരിപ്പിക്കുക അല്ലെങ്കിൽ അത് ഒന്ന് പബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, പ്രഖ്യാപിക്കുക എന്നൊരു മീനിങ് ആണ് വരുന്നത്. സോ ഈ ക്യാൻ promulgate ordinance when the parliament is not in the session. So that is coming under this legislative power. These ordinances must be approved by the parliament within 6 weeks from its reassembly. അപ്പോൾ അടുത്ത റീഅസംബ്ലിക്ക് മുമ്പ് 6 ആഴ്ചക്ക് മുമ്പായിട്ട് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. യു ക്യാൻ ഓൾസോ വിഡ്രോ ആൻ ഓർഡിനൻസ് അറ്റ് എനി ടൈം. ഒരു ഓർഡിനൻസ് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ പ്ലേസസ് ദ റിപ്പോർട്ട്സ് ഓഫ് ദ Comptroller and Auditor General, Union Public Service Commission, Finance Commission and others before the Parliament. അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട്സ് ഒക്കെ ഈ പറയുന്ന കോംപ്ട്രോളർ എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്ററാണ്. ഓഡിറ്റർ ജനറൽ പോലെ ഈ വേറെ നമ്മളെ എന്താണ് ഇപ്പോൾ നമ്മളെ പൊതുമുതലൊക്കെ അതിൻ്റെയൊക്കെ കണക്ക് പരിശോധിക്കുന്ന ഒരാൾ, ലൈക്ക് സിമിലർ ടു എൻ ഓഡിറ്റർ, അതുപോലത്തെ ഒരു പോസ്റ്റാണ് കോംപ്ട്രോളർ. ഈ പറയുന്ന ഇവരുടെ റിപ്പോർട്ട്സ് ഒക്കെ UPSC ചെയർമാൻ്റെ കമ്മീഷൻ റിപ്പോർട്ട്, ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട്, അതൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് പ്രസിഡന്റാണ്, മീൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാർലമെന്റ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓഡിറ്ററിന് ഇതൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത് ആരുടേക്കാണ്? ഡയറക്ട്ലി ഇറ്റ് ഈസ് കമ്മിങ് ടു ദ പ്രസിഡന്റ്. സോ ആഫ്റ്റർ ദാറ്റ് ഹി വിൽ പ്ലേസ് ഇറ്റ് ഓൺ ടു ദി പാർലമെന്റ്. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ നടക്കുന്നത്. He can make regulations for the peace, progress and good government of certain union territories. Okay, ഈ പീസ്, പ്രോഗ്രസ് ആൻഡ് ഗുഡ് ഗവൺമെന്റ് ഓഫ് സർട്ടൻ യൂണിയൻ ടെറിട്ടറീസ്, അപ്പോൾ ആ ടെറിട്ടറീസിൻ്റെ ഒക്കെ അധികാരം വരുന്നത് ഡയറക്ട്ലി ടു ദ പ്രസിഡന്റ്. സോ ദീസ് ആർ ഓൾ ദി legislative powers of the president of India, and also he is having other powers like financial powers, judicial powers ഒക്കെ ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ പവേഴ്സ് നോക്കുകയാണെങ്കിൽ what are the different financial powers of the president? The financial powers and the functions of the president are: money bills can be introduced in the parliament only with his prior recommendation. നേരത്തെ പറഞ്ഞു ഇതുപോലത്തെ എക്സ്പെൻഡിച്ചർ ബിൽസ് ഒക്കെ വെക്കുമ്പോൾ പ്രസിഡന്റ് റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ട് അവിടെ അത് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. സോ മണി ബിൽസ് ക്യാൻ ബി ഇൻട്രോഡ്യൂസ് ഇൻ ദ പാർലമെന്റ് ഓൺലി വിത്ത് ഹിസ് പ്രയർ റെക്കമെൻഡേഷൻ. ഹി കോസസ് ടു ബി ലേഡ് ബിഫോർ ദ പാർലമെന്റ് ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ്. No demand for a grant can be made except on his recommendation. He can make advances out of the contingency fund of India to meet any unforeseen expenditure. He constitutes a finance commission after every 5 years to recommend the distribution of revenues between the center and state. So ഈ ഒരു 5 points ആണ് ഫിനാൻഷ്യൽ പവേഴ്സിൽ വരുന്നത്. ഓക്കെ, ലൈക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഡിമാൻഡ്സ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഫിനാൻഷ്യലുമായിട്ട് ഫിനാൻഷ്യൽ ബിൽസുമായിട്ട് കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ റെക്കമെൻഡേഷൻസ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഡിമാൻഡ്സ് വരുന്നുണ്ടെങ്കിൽ, സോ വാട്ട് ടു ചൂസ് ഇൻ സച്ച് കേസസ് ഷുഡ് ബി ഇറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അല്ലെങ്കിൽ ഡിസൈഡഡ് എന്നല്ല, ഓൺലി ത്രൂ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, then also
ഈ പാർലമെന്റ് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പവറും ഓൺലി ത്രൂ ദി കൺസെന്റ് ഓഫ് ദ പ്രസിഡന്റ്. അതും വരുന്നത് ആരാണ്? പ്രസിഡന്റിന്റെ കൺസെന്റോട് കൂടിയാണ്. ഓൾസോ പ്രസിഡന്റ് ഈസ് ഹാവിംഗ് ടു മേക്ക് അഡ്വാൻസസ് ഔട്ട് ഓഫ് ദ കണ്ടിജൻസി ഫണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു കണ്ടിജൻസി ഫണ്ട്, എന്തെങ്കിലും അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കണ്ടിജൻസി ഫണ്ട് ഉപയോഗിച്ച് അതിന്ന് അഡ്വാൻസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ പവർ പ്രസിഡന്റിനുണ്ട്. ഓക്കെ, സോ ഈസ് ഓൾസോ ഹാവിംഗ് ദ പവർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫിനാൻസ് കമ്മീഷൻ ആഫ്റ്റർ എവരി 5 years. ഓക്കെ, അപ്പോൾ ഓരോ 5 വർഷത്തിലും പുതിയ ഫിനാൻസ് കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ്. Then coming to the judicial powers, എന്തൊക്കെയാണ് പ്രസിഡന്റ് ജുഡീഷ്യൽ പവേഴ്സ്? The judicial powers and functions of the president are: he appoints the chief justice and judge of Supreme Court and High Courts. ഓക്കെ, ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നതും അതായത് സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. He can seek advice from the Supreme Court on any question of law or fact. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും നിയമപരമായ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സുപ്രീം കോർട്ടോട്ട് മീൻസ് നിയമപരമായുള്ള കാര്യങ്ങളിൽ ഡയറക്റ്റ് അഡ്വൈസ് സീക്ക് ചെയ്യാം. However, the advice tendered by Supreme Court is not binding on the president. He can grant pardon, relief and reduction of punishment, or suspend, stop or substitute the sentence of any person convicted of an offense. അങ്ങനെയുള്ള ഒരു എന്താണ് ഏതെങ്കിലും രീതിയിലും കൺവിക്റ്റഡ് ആയ ഏതെങ്കിലും ഒരു ഒഫൻസിൽ കൺവിക്റ്റഡ് ആയ ഒരു വ്യക്തിയെ അയാളെ ശിക്ഷയിൽ നിന്ന് ഇളവുകൾ ഒരു പരിധി വരെ അല്ലെങ്കിൽ ക്ഷമാർപ്പണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു ജുഡീഷ്യൽ പവർ പ്രസിഡന്റിനുണ്ട്. അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് റിഡക്ഷൻ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒരു പവർ പ്രസിഡന്റിനുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ക്യാൻ സീക്ക് അഡ്വൈസ് ഫ്രം ദി സുപ്രീം കോർട്ട് ഓൺ എനി ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ആക്ട്. ഓക്കെ, അപ്പോൾ ഹവർ ദ അഡ്വൈസ് ടെൻഡേർഡ് ബൈ സുപ്രീം കോർട്ട് ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ പ്രസിഡന്റ്. അപ്പോൾ സുപ്രീം കോർട്ട് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഹാജരാക്കുന്ന അഡ്വൈസ്, ഇറ്റ് ഇസ് നോട്ട്, അത് പ്രസിഡന്റിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. ഹി ഈസ് ഹാവിംഗ് ദ ജുഡീഷ്യൽ പവേഴ്സ് ടു give this type of or release or relieve this or give reduction in the punishment or even suspend or stop or substitute the sentence of any person convicted of any offense. Then ലാസ്റ്റ് 2 പവേഴ്സ് ആണ്, 2 അല്ല കുറച്ചും കൂടി ഉണ്ട്. ഡിപ്ലോമാറ്റിക് പവേഴ്സ്, മിലിറ്ററി പവേഴ്സ് ആൻഡ് എമർജൻസി പവേഴ്സ്. അതിൽ വരുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം. The international treaties and agreements are negotiated and concluded on behalf of the president. However, they are subjected to the approval of the parliament. ഇപ്പോൾ ഇതുപോലത്തെ ഇന്റർനാഷണൽ ട്രീറ്റീസ് അല്ലെങ്കിൽ അഗ്രിമെന്റ്സ്, അതിന്റെ നെഗോഷിയേഷൻസ്, സോ ദാറ്റ് all are concluded on behalf of the president. Okay, so president is the one who represents our country, the first person of the country. Okay, he represents India in international forums and affairs and sends and receives diplomats like ambassadors, high commissioners and so on. ഓക്കെ, അപ്പോൾ ഇന്ത്യനെ ഇന്റർനാഷണൽ ഫോറത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ്. ദെൻ മിലിറ്ററി പവേഴ്സ്, ഈസ് എ സുപ്രീം കമാൻഡർ ഓഫ് ദ ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ. അറിയാം, ഇപ്പോൾ ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും ഇതാണ് നമ്മളെ ഡിഫൻസ് ഫോഴ്സസ് അല്ലെ. ഇൻ ദർ കപ്പാസിറ്റി ഹി അപ്പോയിന്റ്സ് ദി ചീഫ്സ് ഓഫ് ദ ആർമി, നേവി ആൻഡ് ദി എയർഫോഴ്സ്. ഈ മൂന്നിനും ചീഫ് അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ ആയിരിക്കാനുള്ളത് പ്രസിഡന്റിനായുള്ളത്, ബിക്കോസ് ഹി ഈസ് എ സുപ്രീം കമാൻഡർ ഓഫ് ദ ഡിഫൻസ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ. ഹി ക്യാൻ ഡിക്ലെയർ വാർ ഓർ കൺക്ലൂഡ് പീസ് സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിന്റെ അപ്രൂവലോട് കൂടി പുള്ളി എന്താ ചെയ്യുക, പ്രസിഡന്റ് വാർ ഡിക്ലെയർ ചെയ്യാനും സമാധാനം കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ പാർലമെന്റ് അംഗീകാരത്തോടു കൂടി ചെയ്യാൻ വേണ്ടി സാധിക്കും. എമർജൻസി പവേഴ്സ് എന്തൊക്കെയാണ്? In addition to the normal powers mentioned above, the Constitution grants extraordinary powers on the President to deal with the following 3 types of emergencies. എന്തൊക്കെയാണ്? നാഷണൽ എമർജൻസി, പ്രസിഡന്റ്സ് റൂൾ, ഫിനാൻസ് എമർജൻസി. ഇത്തരത്തിൽ എമർജൻസി വരുമ്പോഴും നോർമൽ പവറിന്റെ മുകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സും കൂടി പ്രസിഡന്റിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. റിമൈനിങ് വി വിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കി നോക്കുന്നതായിരിക്കും.